ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലൊക്കെ എല്ലാം വെച്ചാൽ സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്ക് ഇന്നൊരു ട്രിപ്പ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ട്രിപ്പിന് പോവാം. സിയാൻ ഓക്കെ അല്ലേ? ഓക്കെ അല്ല പോവാം. ഗൈസ്, സിയാൻ ഓക്കെ അല്ല, നമുക്ക് കത്തിച്ചിടാം. ഓക്കെ സെറ്റ്. ബാ ഗൈസ്, സിയാനെ ഇത് എന്ത് ടൂറാണ്ട? ഫാമിലി ടൂറാണോ അക്കു ടൂറാണോ? ഓടെ എന്നാ ഇറങ്ങി ഓടിക്കോ. കൊക്കോയെ വണ്ടി വിട്ടോ ഞാനില്ലേ അക്കുവിനൊന്ന് ഫീലാക്കി കൊടുത്ത മിന്നാണ്ടിക്കളാ നിനക്ക് മിന്നാണ്ടിക്ക് എടാ. പിന്നെ ഇത് എന്ത് ടൂറാണ്? ഫാമിലി. അയ്യോ താമര ടൂർ ഗൈസ്, ഇത് ചിരി കാണാൻ പറ്റില്ല. അതിന്റെ പൊന്നു മച്ചാനെ നോക്കി വള മച്ചാനെ കുറച്ച് സ്പീഡി വള നോക്കി ഇൻഡിക്കേറ്റർ ഇടല. അക്കുവിന്റെ ഗാനം ഉണ്ടെന്ന് പറഞ്ഞ് ഞാനോ കോഴി ഗാനം. ആ സിയാന്റെ ഗാനം ഉണ്ടല്ല, പിള്ളേർക്ക് വേണ്ടി പഠിച്ചു വെച്ചേക്കണല്ലേ. പിള്ളേരെ ബോധം കെടുത്താനായിട്ട് സിയാൻ കണ്ടുപിടിച്ച് വെച്ചേക്കണൊരു പാട്ടുണ്ട് ഗൈസ് അല്ലേ. അപ്പൊ ഗൈസ് നമ്മതെ പിന്നെയും വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ചായ കുടിക്കാൻ നിർത്തിയാണ് ഗൈസ്. എടാ മാപ്പ് ലൊക്കേഷൻ അറിയാവാ? ലൊക്കേഷൻ പറഞ്ഞെങ്കിൽ നീ എനിക്ക് വണ്ടി ഒട്ടിക്കാനാ? ഇറങ്ങി വിട്ടു. ഇവിടെ മാപ്പ് ഉണ്ട്. ഇറങ്ങിക്കോ. ആ ഡോർ വന്ന് ഇപ്പൊ നമ്മ ചെക്കനെ പറഞ്ഞിട്ടുണ്ട്. ചെക്കനെ ഞാൻ അടുത്ത ഷോപ്പിൽ പോയിട്ട് തിരിച്ചു വിളിക്കാം അല്ലേ സുഖം? അയ്യോ ഇതാണ് ആന്നേ ഭാഗ്യം അക്കു പോയത് അല്ലേ. പെടെ നമുക്ക് പോവാം. പൈസ നമുക്ക് ഇനി നേരെ കത്തിച്ച് നേരെ നമ്മൾ ട്രിപ്പ് എടുക്കാൻ പോവാം. ചെക്കനെ ഞാൻ അടുത്ത ഷോപ്പിൽ പോയിട്ട് വിളിക്കാം. ചിലപ്പോൾ ആ പിള്ളേരുടെ കൂട്ടത്തിൽ കയറി വരും അല്ലേ. നമ്മുടെ ചെക്കന്മാരുടെ അടുത്ത് എത്താറായിട്ടുണ്ട് ഏകദേശം. ഡാ അക്കു, നിനക്ക് ഓടിക്കാൻ അറിയാൻ പാടില്ലേ? ഓക്കെ വേണ്ട പോസ്റ്റിൽ കയറ്റാനല്ലേ ചാൻസ്. ഞാൻ അത്ര ഉച്ചാളി ഡ്രൈവറൊന്നുമില്ല. ഓക്കെ അത്ര ഉച്ചാളി ഡ്രൈവറൊന്നുമല്ല. ജസ്റ്റ് ഒന്ന് മരത്തിൽ കയറ്റും, വീട്ടിൽ കയറ്റും, ഏതെങ്കിലും പെണ്ണുങ്ങളുടെ ബാത്റൂമിൽ കോമഡിയുണ്ട്. പറയാൻ പറ്റൂല, അക്കുവായി പോയി. അതുകൊണ്ട് വല്ല കാട്ടിലും മുട്ടിൽ കയറ്റി കഴിഞ്ഞാ കാടൊന്നും സിറ്റി അല്ലേ. പിന്നെ സിറ്റി കയറ്റി കഴിഞ്ഞാ സിറ്റി വീടുന്നതിലൊന്നും ഇല്ലല്ലോ. അയ്യോ ചത്ത് ചേട്ടാ, നോക്കിപ്പോ ചേട്ടാ. നീ നോക്കിയത് വണ്ടി ഓടിക്കടാ. എടാ അത് പോയല്ല. ആര് പോയല്ല? ഈഗോ കംപ്ലൈന്റ് കേട്ടില്ലടാ. എന്താണ് അവൻ ഫ്രണ്ടി വരുമ്പോ നീ മിണ്ടാത്ത? പൈസ നമുക്ക് നീ നേരെ കത്തിക്കണതിൻ്റെ ഇടയിൽ നമ്മ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അയ്യോ നോക്കി കിറുക്ക് ചക്കൻ എവിടാ? കിറുക്ക് ചിലപ്പോൾ ഇഞ്ചാൻ്റെ ഇടയിലുണ്ടാവും. കിറുക്കേക്കാ, ഹലോ, ഇഞ്ചാൻ്റെ ഇടയിലുണ്ടോ? പറയാൻ പറ്റില്ലേ, ഇഞ്ചാൻ്റെ ഇടയിലുണ്ടാവും. ഞാൻ അപ്പോഴേക്ക് സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് വരാം. ഇപ്പോൾ കഴിച്ച് ചെക്കന്മാർ എന്തൊക്കെയോ കാണിച്ച് ബാക്കിൽ കൂടിയൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ കഴിച്ച് നമുക്കിനി നേരെ കത്തിക്കാൻ വരണേ മുന്നേ നമുക്കിനി ഇവിടെ നിന്ന് പയ്യനെ ഇങ്ങോട്ടേക്ക് ഇടാം. അപ്പോൾ നമുക്കിനി ഇന്നൊരു ഏതോ ഒരു സ്ഥലത്തോട് ട്രിപ്പ് സ്ഥലം അറിയാൻ പാടില്ല, പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്, അതായിരിക്കും സുഖം. അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോയി, കുറേ ദൂരമുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ബൈ. അപ്പോൾ ഗൈസ് നമ്മുടെ പാസഞ്ചേഴ്സിനെ കൊണ്ട് ഇങ്ങോട്ട് വന്ന വഴിക്ക് കള്ളനെ കിട്ടി. കള്ളൻ ബസ്സിൻ്റെ ഫ്രണ്ടിൽ കയറി എന്നിട്ട് പറയണേ, പക്ഷേ കള്ളൻ എന്തായിരുന്നു പാലുടിയെ ഫ്രണ്ടിൽ കടന്നിട്ട് പറയണേ, ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ നെഞ്ചത്ത് വെച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുണ്ടായിരുന്നു ചെയ്യാൻ. ഞാൻ പിന്നെ കയറ്റി വിട്ട് പാവല്ലേ എന്നൊക്കെ വിചാരിച്ച് കയറ്റി കിട്ടി. എന്നാലും ആളെ ഏതോ കാട്ടി കിടക്കണേന്ന് ഇത്ര നേരം അല്ലേ മച്ചു? ഗൈസ്, അപ്പൊ നമുക്ക് ഓഫ് റോഡ് നമ്മ ഈ സ്ഥലത്ത് നമ്മ ട്രിപ്പ് വന്നതല്ലേ? അന്ന് വന്നിട്ടുണ്ടോ നമ്മ? വണ്ടി കുഴിയൊക്കെ ഓർമ്മയുണ്ട? അടി തട്ടിയതൊക്കെ ഓർമ്മയില്ല. ഇത് മറ്റേ വൺ വേ റോഡ് കാരണം അല്ലല്ല മിണ്ടാണ്ടിരുന്നു, അറിയാൻ പാടില്ല മിണ്ടാണ്ടിരുന്നു. പോട്ടെ
എടാ അത്യാവശ്യം പഠിക്കാൻ ബസ്. ഈ മലയുടെ പൊക്കത്തായിട്ട് കയറാൻ പറ്റുമോ? ആ അങ്ങാട്ടേക്ക് കയറ്റി വിട്ടോ. കയറുവാന്ന് നോക്കാം ഗൈസ്. അതൊന്നും കാണാൻ പറ്റില്ലല്ലോ. നമുക്ക് കാറിന് കയറാം, അതായിരിക്കും സുഖം ഗൈസ്. നമുക്ക് കാറിന് കയറാം. പിന്നെ പാസഞ്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് പാസഞ്ചേഴ്സ് ഗൈസ്. പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പാസഞ്ചേഴ്സിൻ്റെ ഒപ്പം വരുന്നത് ഒടുക്കത്തെ കുണ്ടും കൂടിയാണ്. വണ്ടി പൊളിക്കാണ്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സ്ഥലത്തെത്തണം. ഓ തട്ടി മുട്ടി. എടി ഈ മാപ്പിന്റെ എന്ത് വരെ പോയാലോ? ഗൈസ് ഈ വീഡിയോ ഇച്ചിരി ലെങ്തി വീഡിയോ ആയിരിക്കും. പ്രോട്ടീൻ വീഡിയോ ഗൈസ്. ഇച്ചിരി അയ്യോ അന്നേരട്ടെ ഒന്നുമില്ല. അയ്യോ ആംബുലൻസ് അല്ല പോലീസ്. ആ ഞാൻ ചില്ലിൽ ഗൈസ് ഞങ്ങൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, അത് പറിച്ച് മാറ്റണം അല്ലെങ്കിൽ ഒന്നും കാണാൻ വെച്ചാൽ ഗൈസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്തോ അല്ലേ? 200K ആ അത് തന്നെ ഗൈസ്. 100 സബ്സ്ക്രൈബർ ആയതുകൊണ്ട് നമ്മ ഇനി ഒരു ഫേസ് പോസ്റ്റ് ചെയ്യണോ എന്നാണ് ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വീഡിയോയില് ഫേസ് ക്യാമറ ഇട്ടും കളിക്കാം അല്ലേ? അത് നമുക്ക് ഹൊറർ ഗെയിംസ് ഒക്കെ വേണമെങ്കിൽ ഇടുമ്പോൾ കളിക്കാം അല്ലേ ഗൈസ്? ഹൊറർ ഗെയിം വരുമ്പോഴേക്കും ഇച്ചിരി സെറ്റ്. ഓ അവിടെയൊക്കെ എന്താണ് വളവും കുളവൊക്കെ. പിന്നെ ഞങ്ങളെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആവില്ലാത്തോണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഇടാത്തത്. അത് തന്നെ ഗൈസ്. പ്രശ്നമില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അത് തന്നെ ഗൈസ്. ഇത് മൊത്തം ഡേഞ്ചറസ് വഴിയാണ് ഗൈസ്. ഒരു കാർ കാറിന്റെ കണ്ടില്ല. പിന്നെ ബ്രോ ഒരു ബ്രോ ഈ മാപ്പിന്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഈ മാപ്പ് എങ്ങനെ കയറ്റണേന്നുള്ള വീഡിയോ ഞാൻ ഇടാം ഉടൻ തന്നെ അല്ലേ സിയാനെ? അല്ല ഈ മാപ്പ് കയറ്റാനുള്ള ആപ്പ് വേണമെങ്കിൽ പറഞ്ഞത് അതായിരിക്കും സുഖം അല്ലേ? കുറേ ആപ്പ് ഉണ്ട്. ലെജൻഡ്സ് ഓഫ് റോഡ് എന്ന് പറഞ്ഞൊരു ആപ്പിൽ കൂടെയാണ് ഗൈസ് ഞാൻ ഇത് കയറ്റിയത്. അപ്പോൾ നിങ്ങൾ അതിൽ കൂടി തന്നെ കയറ്റിക്കോ. എടാ പിന്നെ സിയാനെ ഇവിടെ ഭയങ്കര ഓഫ് റോഡാണല്ലോ. ഞാൻ ഒട്ടിക്കട്ടെ. പാസഞ്ചേഴ്സിന്റെ അടുത്ത് സീൻ ഉണ്ടാകുന്നല്ലോ ചോദിച്ചേ. ചേട്ടാ തീയില്ലെന്നാ? തീ കത്തിയാന്ന് ചോദിച്ചേ മുട്ടിയില്. അടി തട്ടിയ എടാ പിന്നെ സിയാനെ ഉള്ളിയിൽ വല്ല കുലുക്കോണ്ടാ? അതാക്കുവല്ലേ നമുക്ക് ഇനി അങ്ങോട്ട് പയ്യനെ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. പിന്നെ സിയാന് ഡ്രൈവർ ചേഞ്ച് നടത്തുക. അതിനൊരു സ്ഥലം ഞാൻ ഊഹിച്ച് വെച്ചിട്ടുണ്ട്, അവിടെ വെച്ച് കൊടുക്കുക. അത് കഴിയുമ്പോൾ അങ്ങോട്ട് വീഡിയോ കഴിഞ്ഞ് ഗൈസ്. സിയാന്റെ ഇത് ആദ്യത്തെ ഓഫ് റോഡ് ഡ്രൈവിംഗ് ആയിക്കോട്ടെ മിക്കവാറും അല്ലേ? മഴ പെയ്തപ്പോ വെള്ളം തെറിച്ച് മേത്താട്ടൊക്കെ വീഴും. ആ ചില്ലങ്ങട് പൊട്ടിട്ട് സിയാന് വെള്ളം ഉള്ളിലാട്ട് കയറി. ഈ മണ്ടന്മാർക്ക് ഇവിടെ റോഡൊക്കെ ഒന്ന് ശരിയാക്കി ഇടാൻ പാടില്ലേ? AC മഴയത്ത് ഇനി AC ഇടണ. അപ്പൊ പാസഞ്ചേഴ്സിന്റെ അടുത്ത് ചോദിക്ക്. സാറേ സ്കൂൾ ട്രിപ്പ് അല്ലേ ഫാമിലി ചോദിച്ചോക്കിയേ. സ്കൂൾ ട്രിപ്പാണ് ഫാമിലി ട്രിപ്പാണ്? ചേട്ടാ AC ഇടണ ചേട്ടാ. വേണ്ടോ പോലെ ഓരോരുത്തരോട് കൊടുക്കുന്നപ്പോൾ ഓക്കെ ചേട്ടാ ഓക്കെ ശരി. AC വേണ്ട അവിടെ വല്ലൊരു ഛർദിച്ചാലേ നമ്മുടെ വേസ്റ്റ് ബാസ്കറ്റ് ആയിട്ട് അക്കുനെ വായം പൊളിച്ച് നിർത്തിയിട്ടുണ്ട്. എനിക്കൊന്നും തുപ്പണല്ലേ? അതെ ചില്ല് തുറന്നിട്ടുണ്ട് എന്നിട്ട് ഇറങ്ങിപ്പോക്കോ. ഇവരൊക്കെ എന്ത് മണ്ടന്മാരുണ്ടാ? ഇത്ര അടി തട്ടുന്ന വണ്ടി നമ്മ സ്പീഡിൽ കൊണ്ടുപോകണ്ട, അത്ര അടി തട്ടാത്ത വണ്ടി അവർ പയ്യനെ കൊണ്ടുപോകും. എന്ത് മണ്ടന്മാരാണ് ഗൈസ് ഇവിടുത്തെ നാട്ടുകാർ. നമ്മതിന് കൊണ്ടുപോയിക്കോട്ടില്ലല്ലോ, സൈഡിൽ കൂടി ഇല്ലേ? അവർക്ക് സൈഡ് വഴിയില്ലേ? ഇല്ലേ അതെന്താടാ ഗൈസ്? നമുക്ക് എന്നാലും പയ്യനെ പോകണ്ട. ആ വഴി കുന്നുകുഴിയാണ്. നമുക്ക് ഈ വഴിയായിരിക്കും ഗൈസ് സിമ്പിള്. കുന്നുകുഴിയുള്ള വഴി അല്ലാണ്ട് പിന്നെ ഓഫ് റോഡ് ഇല്ല ഗൈസ്. നമുക്ക് ഇവിടെ ഒന്ന് നിർത്തിയേക്കാം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് കാണാം. മിണ്ടാണിക്കണം ഗൈസ്. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. ചേട്ടാ ബിരിയാണി അല്ലേ? ചേട്ടാ ബിരിയാണി അല്ലേ? ഓടോ മോനെ ഡിക്കിക്കകത്തോണ്ട് ഒരു 5 സ്റ്റാൻഡ് ഒക്കെ എടുത്ത് വെച്ചിട്ടേ വിളമ്പാൻ നിക്ക്, ഞങ്ങൾ കഴിക്കട്ടെ. ചേട്ടാ അപ്പൊ നിങ്ങൾ ആളെയൊന്നും കൊണ്ടുവന്നിട്ടില്ലേ വിളമ്പാൻ? ഇല്ലടോ മോനെ, നീ എന്നെ വിളമ്പി തന്നെ. ഇതാ വിളമ്പി തരാനെ? വിളമ്പി തന്നെ ഒന്ന്
ഓക്കെ ഓക്കെ ചേട്ടാ സാറേ ഞാൻ ഇപ്പം വിളമ്പിയൊക്കെ വെക്കാം അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വേണം നിങ്ങളും ഭക്ഷണം കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഇതൊക്കെ മൊത്തം പാത്രം പോലെ വടിച്ച് തിന്നിട്ടുണ്ട് ചെയ്യാൻ കണ്ട പാത്രം പോലും ഇനി വെക്കാനില്ല ഇതിൻ്റെ അകത്ത്. ഗൈസ് ഞാൻ വെറുതെ പറഞ്ഞാണ് ഇതിൻ്റെ അകത്ത് പാത്രത്തിലൊന്നും അല്ല അവർ കൊണ്ടുവന്ന ഒരു കവറിലൊക്കെ ആയിട്ടാണ് കവർ എന്തോ സംഭവത്തിലാണ് അങ്ങനെ നമ്മൾ തിന്നത്. നമ്മുടെ ബസ്സിലെ ബാറ്ററി ഇത്തിരി വീക്കാണെന്ന് തോന്നുന്നത് ഗൈസ്. എന്താണെന്ന് അറിയാൻ പാടില്ല പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ആവണില്ല. എന്ത് സാധനം? ബാറ്ററിയെ എന്തോ കംപ്ലൈന്റ് ഉണ്ട് ഗൈസ്. ബാറ്ററി ഉള്ളതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവണം. ഇത് എന്ത് വേണ്ട ഇവരൊക്കെ ആരാ ലൈസൻസ് കൊടുത്താ ശരി ഓക്കെ നീയാണ് ഗൈസ്. ഇതാണ് പെട്രോൾ ടാങ്ക് എന്ന് തോന്നുന്നത് എനിക്ക്. ഇതാണ് പെട്രോളിന്റെ സ്ഥലം. ഓക്കെ എനിക്ക് ലൈസൻസ് തന്നെ ഓക്കെ ഇതാട്ടേണ്ട എനിക്കറിയാൻ പാടില്ല. ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ വണ്ടി എടുക്കാം. വെയിറ്റ് റിവേഴ്സ് വരൂ കണ്ട വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ആവില്ല. സ്റ്റാർട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫായി പോകും. ബാറ്ററി നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം ഗൈസ്. ബാറ്ററി ചേഞ്ച് ചെയ്യണം. ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബട്ടർ കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മന്തി കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് സിയാന്റെ കുണ്ടി കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് അശി അപ്പൊ അയ്യോ വണ്ടി കയറണില്ല. ആ മിന്നാണിക്ക് വണ്ടി കയറണില്ല. വണ്ടി ഏതാ നീ വളി വിട്ടോണ്ട്. എടാ സിയാനെ നിന്റെ ഗാനം തുടങ്ങിക്കോപ്പാ. ഏത് ഗാനം? സാറിനൊക്കെ പാടിക്കൊല്ലാനുള്ള ഗാനം. പക്ഷെ ഗാനം ഹലോ ഗായ്സ് പൊടിക്കാനും പൊളിച്ചടുക്കാനും പുതിയൊരു വീഡിയോ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിശക്കുണ്ടോ? ഇല്ല വിശക്കണില്ല. ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗെയിമിംഗ് സെറ്റപ്പ്. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളെ പാട്ട് തുടങ്ങാം. ഹലോ മൈ ടെസ്റ്റ് പൊടി. ഹലോ ആരെങ്കിലും ഉണ്ടോ? ഹലോ എല്ലാവരും കേൾക്കാമോ? ആരെങ്കിലും പറയാത്തെന്താ? കാരണം ഞങ്ങൾ വന്യ ചോദിച്ചല്ലേ. അതെ ഞാൻ പാടില്ല. പാടിക്കോ ഓക്കെ നിങ്ങൾ ഞങ്ങൾ മാത്രമേ മഞ്ഞ വെച്ചേക്കണ ഉള്ളില്ല. സാറന്മാരൊന്നും മഞ്ഞ വെച്ചിട്ടില്ല. എന്നാ നോക്കട്ടെ നിങ്ങൾക്ക് കേട്ടാമോ? ഓക്കെ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം എന്താ മോനെ കൊടുക്കണ്ടോ? എടാ മോള് എന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞോളോ. ശരി സാറേ കല്യാണം കഴിഞ്ഞു. സാറിന്റെ വീട്ടിൽ ചോറ് തന്നു. ചോറ് കഴിക്കാമല്ലോ. എടാ മോള് എന്റെ വീട്ടില് ബിരിയാണി ആയിരുന്നടാ. ഓക്കെ അപ്പൊ സാറേ ബിരിയാണി തരുമോ എനിക്ക് കുറച്ച് കഴിക്കണം. ബിരിയാണി തീർന്നു വേണം മോനെ. കുഞ്ഞിക്കാൻ ബാത്റൂമില് മോനെ. എന്താണ് ആ ചക്കൻ പറയണ? സാറ് പറയണ സോറി ബാത്റൂമിലേക്ക് ഇതേത് കൂടെ തൂറല്ല. പോടാ നിന്നെ കൊണ്ട് ഞാൻ വണ്ടി കഴിയിപ്പിക്കും ചക്ക. അങ്ങനത്തെ ബണ്ടം പുതിയോളൊന്നും പറഞ്ഞു കൊടുക്കല്ലേ സാറിന്. എന്താ വണ്ടി അടി തട്ടിയോ? വണ്ടി കുടുങ്ങിക്ക് അതിനെ പടി തട്ടിയാന്ന്. എന്ത് മണ്ടത്തരോണ്ടാ ചോദിക്കണം? നമ്പർ പ്ലേറ്റ് കാണിച്ചോട്. നമ്പർ പ്ലേറ്റ് കാണിച്ചു കൊടുക്കൂല. അപ്പോൾ അവരെ ഫൈൻ അടിച്ചാലാ. കാരണം ഞാൻ പ്രൊഫഷണൽ ഡ്രൈവറായി പോയോണ്ടേ എല്ലാവരും ചത്തു. ഓടിക്കണ്ട ഇതിന്റെ ഗാനം കഴിഞ്ഞല്ലേ. ആ സാറ് ഊക്കിക്കളഞ്ഞു കൈസ് ചെയ്യാന്. ഹാപ്പി ആയി ചെയ്യാൻ അങ്ങനെ. സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണത്തിൽ ചോറുണ്ടോ? ചോറില്ല ബിരിയാണി ഉണ്ട്. ബിരിയാണി വേണോ ബിരിയാണി അയില വറുത്തതുണ്ട്. ചോറുണ്ട് അക്കുണ്ട് ഞാനുണ്ട്. കൊതിപ്പിക്കലോ മീൻ പൊരിച്ചോ കേറ്റാനായിട്ട് അയാളുടെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം വീണ്ടും നടത്താലോ. സിയാനെ കല്യാണം കഴിപ്പിച്ച് നമുക്ക് ബിരിയാണി കഴിച്ചാലോ. അയ്യടാ കിലോമീറ്ററാ കഴുതേ. പോസ്റ്റിൽ കയറി ഇപ്പൊ നമ്മ ആന്നേ വണ്ടി ഓടിക്കാൻ ഞാൻ ഓടിക്കണം. എന്ത് വേണ്ടത് പറയണ അതിന് പോലീസുകാരത് ഇവിടെ ഇങ്ങനെ കിടക്കണേ. ഇങ്ങനെ നടക്കണേ പോലീസുകാർ. പിന്നെ നമ്മള് എന്താടാ നിനക്ക് ധൈര്യം ഉണ്ടാടാ. കണ്ട കഴിച്ചു ഞാൻ സൂപ്പർമാനാ വണ്ടി. ഞാൻ ജസ്റ്റ് ഒന്ന് തള്ളി കൊടുത്തപ്പോഴേക്കും പോലീസുകാർ നീങ്ങി. കണ്ടാ സല്യൂട്ട് അടിയടാ എന്നെ നോക്കി. ഓക്കെ സാമാനിക്ക് ഇത്ര സല്യൂട്ടൊക്കെ മതി. പക്ഷെ നമുക്ക് ഇനിയിപ്പോൾ അതിനെ കത്തിക്കാം. ഓട്ടിക്കാം. നിനക്ക് അതിനായിട്ടൊരു സ്ഥലമുണ്ട്.
അതാണ് ഈ പറമ്പ്. നിനക്ക് അവിടെ കൂടിയൊക്കെ ഓടിക്കാൻ വെച്ചോളാം ഗൈസ്. ഞാൻ ഇപ്പോൾ ഡ്രൈവർ ചേഞ്ച് നടത്താനാണ്. നമ്മുടെ ചെക്കനെ ഓടിക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒന്നുമില്ല. ഞാൻ വെറുതെ ഉണ്ട് സ്ഥലമുണ്ട് പോടെ വണ്ടി പോട്ടെ. ഏതൊരു പാലമാണ് ഒന്ന് നീക്കും, എനിക്ക് കാണാൻ പറ്റണില്ല. ഗൈസ് 2 വഴിയുണ്ട്. അപ്പം നേരെ കിട്ടുമോ? മാപ്പ് കാണിക്കണ വഴി കിട്ടുമോ? മാപ്പ്. എൻ്റെ ബാഗിൽ ബുക്കും പലതരം സാധനങ്ങളും ഉണ്ട്. ഇച്ചിരി പയ്യനെ പോയാൽ കുണ്ടി സേഫ് ആയിട്ട് ഇരുത്താമെന്ന് പറയാം ഞാൻ. എൻ്റെ കുണ്ടിയിൽ ബുക്കും പലതരം സാധനങ്ങളും ഉണ്ട്. അതൊക്കെ വേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ അതൊക്കെ നൽകൂല ഞാൻ. ബാക്ക്. ഞാൻ വെറുതെ അടിയണ്ട പൊട്ട. അപ്പോൾ ഗൈസ് നമ്മളെ ചെക്കനെ പറഞ്ഞു വിടുകയാണ്. ഓക്കെ ഇറങ്ങിക്കോക്കൂ. ഓക്കെ എനിക്ക് പോലെ ഗൈസ്. ഞാൻ പാട്ട് പാടി അക്കൂനെ ഇറക്കി വിട്ടു ഗൈസ്. അപ്പൊ ഗൈസ് വളരെ സങ്കടകരമായ അക്കൂന്റെ കുണ്ടി കരിഞ്ഞു പോയി ഗൈസ്. എന്ത് പറയാനാണ്, ഞാൻ പറഞ്ഞ അപ്പോഴേ കുഴിയാക്കാണ്ട് പയ്യനെ പോടാന്ന്. നമ്മുടെ ബസ്സിനെ ഫ്രണ്ടും പൊളിഞ്ഞു ഗൈസ്. ലിപ്പൊടിഞ്ഞ റിയാനെ ഒന്നും ഒടിഞ്ഞിട്ടില്ല, വാതിലൂട്ട. ഗൈസ് നമുക്ക് ഇങ്ങനെ പയ്യനെ പോകാം ഗൈസ്. അക്കൂന് എമർജൻസി കോൾ വന്നുകൊണ്ട് അക്കൂനെ അങ്ങ് പറമ്പിക്കറ്റിരുത്തി. അക്കു നേരെ ആംബുലൻസിൽ കയറി പോയിട്ടുണ്ട്. അത് തന്നെ ഗൈസ്, ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതാണ് നേരത്തെ തന്നെ. വല്ലതും കഴിച്ചിട്ട് വരല്ലേ. അത് തന്നെ, കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ വയറ് കുളുങ്ങിപ്പോവും. ഇളകി ഇടിച്ചു കഴിഞ്ഞിട്ട് ഇടിച്ചാനേന്ന് എന്താ പറയണ? ഇടിച്ചു കഴിഞ്ഞിട്ട് ഇടിച്ചാനേന്ന്. എന്ത് ചെക്കനാടാ നീ? സാറിനൊക്കെ എന്താ ഉറക്കാൻ വേണ്ട? എടോ പിന്നെ ഇങ്ങനത്തെ മഴയത്ത് നമ്മൾ എന്താ ചെയ്യണ്ട? അതൊന്നും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ പഠിപ്പിച്ചുതരാം. ബാ, ഇവിടെ ബസ്സിലെ ബോർഡ് ഉണ്ടാടാ. എൻ്റെ പൊന്നി സാറ് പഠിപ്പിക്കണതൊക്കെ സ്കൂളിൽ മതി. ഞങ്ങളെ പഠിപ്പിക്കാനൊന്നും വേണ്ട, ഞങ്ങൾ UKG ചെക്കന്മാരെ. അപ്പോൾ ഓക്കെ ഗൈസ്, പയ്യനെ പോണ കുണ്ടി കരിങ്ങി പോണ വേണ്ട. നീ 60 പോകല്ലേ, 20 പോയാ മതി കേട്ടല്ലോ. സ്പീഡിൽ നോക്കിയതോ 41. അത്ര മതി. അതിനപ്പുറത്താണ് നീ ഒന്നും ചെയ്യണ്ട. എന്നാലല്ലോ ഒരു മൂടുള്ളൂ. പിന്നെ എന്ത് ഓഫ് റോഡ്? ഓഫ് റോഡ് അത്രയൊക്കെ മതി. കാരണം അല്ലെങ്കിൽ നമ്മുടെ കുണ്ടി ഇളകി കുണ്ടി ഇല്ലാണ്ടായി പോവാടെ. തന്നെ ഭയങ്കര ഇളക്കമാണ്. അത് തന്നെയാ പറഞ്ഞ ഗൈസ്. പക്ഷെ എന്നാലും സസ്പെൻഷൻ കൊള്ളാട്ടെ ഈ ബസ്സിന്റെ അല്ലേ. ഒട്ടും സസ്പെൻഷൻ ഇല്ലാത്തൊരു ബസ്സായി പോയില്ലേ. സസ്പെൻഷൻ ഇല്ല നല്ലോണം കുത്തണണ്ട. അത് നടുക്കൂടി പോകുമ്പോ നല്ലോണം മനസ്സിലാവും ഗൈസ് നിങ്ങൾക്ക്. അപ്പൊ നമ്മ സൈഡിൽ കൂടെ പോണതാണ് സേഫ് അല്ലേ ചെയ്യാനേ. അതന്നെ, ഇടിക്കുമ്പോഴാ സേഫ്. അവിടെ ഇടിച്ചല്ലേ. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ച നമുക്കിനി നേരെ പോവാം അല്ലേ. അതന്നെ ചവിട്ടിയിടാം. നമുക്കിനി നേരെ പോവാം. ചവിട്ടി വിടട്ടെ, അല്ലെങ്കിൽ ചവിട്ടി വിടണ്ട നമുക്ക് ചവിട്ടാണ്ട് പോവാം. ഓക്കെ ഓട്ടോയിലിട്. ഫസ്റ്റ് കയറിയെന്ന് മാറ്റണ്ട, അതായിരിക്കും സുഖം. ഫസ്റ്റ് കയറിയെന്ന് നീ മാറ്റണ്ട ഗൈസ്. അതല്ലേ ഗൈസ്, ഓഫ് റോഡ് പയ്യനെ പോയില്ലെങ്കിൽ അതിൻ്റെ ഒരു സുഖം കിട്ടൂലല്ലേ. അടി തട്ടുമ്പോൾ ഒടുക്കത്തെ സുഖം കിട്ടൂല. ഓക്കെ അപ്പൊ ഗൈസ് നമുക്കിനി നേരെ അടി പൊളിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടിച്ച് പൊളിക്കും. അതിന് നല്ലത് അടി തട്ടിക്കാണ്ട് പോണേ. സൈഡിൽ കൂടി പോ ഗൈസ്. സൈഡിൽ കൂടി പോകാൻ വഴി ഉണ്ടായിട്ടാണ് ഈ ചക്ക. അയ്യോ, സൈഡിൽ കൂടി പോകാൻ വഴിയില്ലല്ലേ. സൈഡിൽ കൂടി പോകാൻ വഴിയില്ലാന്നിട്ടാണ് ഈ ചക്ക നടുക്കൂടി പോണം. എന്ത് കഷ്ടമല്ലേ. എവിടെ ചേട്ടൻ പോയത്? ചേട്ടനാ അപ്പനാണോ ചക്ക? നമുക്ക് ഇനി പയ്യനെ ഇങ്ങനെ നിരങ്ങി പിന്നെ എൻ്റെ പോകാം ഗൈസ്. എൻ്റെ ആയിക്കും സുഖം. ഇതിന്നൊന്നും കയ്യില്ല. അടി തട്ടിയത് കുഴപ്പമില്ല. നീ ഇടിച്ചെന്നൊക്കെ എനിക്ക് മനസ്സിലായി പയ്യന്. ഒന്ന് പോവാ. തള്ളണ്ട ഞാൻ ഇതിൻ്റെ അപ്പുറമൊക്കെ ഇടിച്ച് പറ്റിച്ചത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി പയ്യനെ ഇങ്ങനെ പോയി ഇതിൻ്റെ എൻ്റെ എവിടെയാണെന്നൊന്ന് നോക്കാം. സാറുമാരൊക്കെ പാല് പോലെ ഉറങ്ങിപ്പോയി ഗൈസ്. ഇത് പറയാനേ സാറിനെ എഴുന്നേപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു പാട്ട് പാടി കൊടുക്കും. 1 2 3 സിയാന്റെ ഗാനം ആരംഭിച്ചു. സാറുമാരെല്ലാവരും എഴുന്നേറ്റ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബ്രേക്ക് കൂടി. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളെ ഇതാണ് ഈ മാപ്പിന്റെ എൻഡ്.
കുഴപ്പമില്ലല്ലേ ഗൈസ്, ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം പോലും എടാ ഇല്ല. ഇതുപോലത്തെ ഒരു ഡ്രിഫ്റ്റ് അടി വണ്ടിറക്കി. ഓ നല്ല ഒട്ടും ഭംഗിയില്ലാത്ത ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലം ഗൈസ്. നമുക്ക് സൂം ചെയ്ത് നോക്കാം. അച്ചോ 13 Pro Max. നമ്മ അവിടെ നിന്നാണ് ഗൈസ് ഇങ്ങോട്ട് വന്നത്. അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി ഇവിടെ എത്തി നമ്മ അല്ലേ. ആ ഗൈസ് നമുക്കിനി ഫോട്ടോ എടുത്ത് അമ്മയിന് വേണ്ടി. അതൊക്കെ നമുക്ക് പിന്നെ നമുക്കില്ലേ അതൊക്കെ ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ബ്രോ. ഓക്കെ ബ്രോ. അല്ല വണ്ടി എന്നാ റിവേഴ്സ് പോകാത്ത വണ്ടിയിൽ ചെക്ക നീ എവിടെയൊക്കെ കൊണ്ട് അടിച്ചു വെച്ച് വെച്ചാണ് ഗൈസ്. ഗൈസ് ഇവിടെ ഒരു ഗുണാക്കിയാ പോയിന്നോ, ഞാൻ ഇറങ്ങി നോക്കട്ടെ. അയ്യോ ചത്തില്ലേ ആ പണി പാളി ഗൈസ്, ഗ്ലിച്ചടിച്ചു. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ. ഓക്കെ വേൾഡ് ഞാൻ മരിച്ചു പോയി ഗൈസ്. ഓക്കെ ബൈ. അപ്പൊ ഗൈസ് നമ്മളെ സൈഡിൽ കൂടി അങ്ങനെയൊക്കെയോ കയറ്റി എഴുതുന്നുണ്ട്. ഞാൻ പിന്നെ മരിച്ചു പോയിരുന്നു, പിന്നെ ഇടക്കൊന്ന് ജീവൻ വെച്ചു. ട്രിക്ക് ഇട്ടെ അവിടെ ഒരു ഗുണാക്കിയ പോലെ ഒരു സംഭവം ഉണ്ടായി ഗൈസ്, ഒരു ഒറ്റ വള. ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഡ്രിഫ്റ്റ് അടിച്ചിട്ട് പോകാന്നൊക്കെയാണ് ചെയ്യാൻ പറയണ. ബസ് ഓടിക്കോ പിള്ളേരെ ഓടിക്കോ, ബസ് എന്താണ് വട്ടങ്ങളിൽ കളിക്കുന്ന. അയ്യോ ചാടുക. അപ്പൊ ഓക്കെ ബൈ.